Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. Hope you all are doing well. Unceasing prayer. മടുത്തു പോകാത്ത പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. And in our life is very important, pray without ceasing. 1 Thessalonians chapter 5 verse 17. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം. അവിടെ എഴുതിയിരിക്കുന്നു മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. There is written, pray without ceasing. Amen. Pray without ceasing. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എല്ലാറ്റിനായും സ്തോത്രം ചെയ്യുക. And praise for everything. ആമേൻ. വേദപുസ്തകം നമ്മോട് പറയുന്നു, The word of God says to us, എല്ലാറ്റിനായും പ്രാർത്ഥിക്കുക. pray for everything. ഫിലിപ്പിയർ 4:6 പഠിക്കുമ്പോൾ When we study Philippians chapter number 4 verse 6, കുറിച്ചും വിചാരപ്പെടരുത്. do not worry about anything else. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുകയത്രേ വേണ്ടിയത്. But in everything by prayer and supplication with thanksgiving let your requests be made known unto God. വിചാരങ്ങൾ, ആകുലതകൾ And worries, ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും. and it all comes to the life of a human. അപ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞാൽ, And if in the midst of that worries, if you are able to give thanks to God, നിരാശകളുടെയും നിന്ദകളുടെയും നടുവിൽ ഹന്നയെ പോലെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ, and in the midst of difficulties and sorrows, if you are able to pour your heart like സകല Hannah, ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളെ കാക്കും. and God will guard you with a understanding that surpasses, keep your heart that surpasses the understanding. ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത നിത്യ സമാധാനവും നിത്യ സന്തോഷവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും നമ്മുടെ മേൽ നിറയ്ക്കുവാനിടയായി. And God will fill us with the power of the Holy Spirit and eternal peace and eternal joy. 1 ശമൂവേൽ 1:18 പഠിക്കുമ്പോൾ, When we study 1 Samuel chapter number 1 verse number 18, ആ വാക്യം ഞാൻ പല പ്രാവശ്യം വായിച്ചു. I read that verse many times. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. And thereafter her countenance become never sad. ഇന്ന് മുഖം വാടിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, And if there is anyone gloomy in your face, ഒരു സോറോ ലൈഫിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, and if there is anybody going through a sorrowful life, നിങ്ങളുടെ ജീവിതം താറുമാറാകുകയില്ല. your life will not perish. ദൈവം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകും. God is going to change your life completely. ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പാൻ പോകും. And today in this message God is going to wipe your നിങ്ങളുടെ tears. ക്യാൻസറിനെ സൗഖ്യമാക്കാൻ, And God is healing your cancer. നിങ്ങളുടെ ഭരണത്തെ വീണ്ടും ഉറപ്പിക്കാൻ And പോകും. God is going to establish your നിങ്ങളുടെ ruling. ആരോഗ്യത്തെ ഉറപ്പിക്കാൻ And പോകും. God is going to നിങ്ങളുടെ renew your strength. പൊസിഷനെ ഉപയോഗിക്കാൻ പോകും. God is going to use your position. ഇതെല്ലാം ദൈവം തരാൻ And പോകുകയാണ്. God is going to give everything. ദൈവത്തിന്റെ മാധുര്യമേറിയ വാഗ്ദത്തത്തിന്റെ ചുരുൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു And വിടുകയാണ്. God is unfastening the sweet promises over your life. The success of your prayer life is dependent upon surrendering of your mind to the Holy Spirit. നിങ്ങളുടെ പ്രാർത്ഥനകളുടെ വിജയം ആരംഭിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ അവൻ വലിയ വിജയങ്ങൾ പ്രാപിപ്പാനിടയായി. Once you surrender in front of the Holy Spirit, you will see great success and victory in your prayers. ഇത് ദൈവത്തിന്റെ സമയമാണ്. It's the time of God. ഇത് ദൈവത്തിന്റെ സീസണാണ്. It's the season of God. അതിലേക്ക് ദൈവം കൊണ്ടുവരുന്നു. And God is leading you to that. ദൈവിക വിടുതലുകൾ സംഭവിക്കുന്നു. The deliverance of God is taking place. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Today I'm going to pray for you. നിങ്ങളുടെ ജീവിതം ഒരു സക്സസ്ഫുൾ പ്രയർ ലൈഫ് ആയി മാറ്റാൻ പോകും. Can you change your life as a successful prayer life? നിങ്ങളുടെ മനസ്സിന് ഒരു ആനന്ദം തരാൻ പോകും. God is going to give a joy in your mind. ആമേൻ. അൺസീസിംഗ് പ്രയർ. ഇടവിടാതെയുള്ള പ്രാർത്ഥനകൾ. നിങ്ങൾ മടുത്തു പോകരുത്. You do not be weary. നിങ്ങളുടെ മുൻപിലെ പ്രശ്നത്തെ കണ്ട് ഡൗൺ ആകാതെ പ്രാർത്ഥനയിൽ ഉയർന്നു നിൽക്കുന്ന മതിലുകൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കീഴിലാകും. And do not look into the problems which is standing in front of you, but you pray, and all the ones which is standing in front of you will go down by your prayer. യേശുവിന്റെ നാമത്തിൽ, In the name of Jesus, ഈ ജനത്തെ ബ്ലസ് ചെയ്യ്. we bless these children of God. അങ്ങയുടെ കരം തൊടണമേ. Lord, touch your hand upon them. അങ്ങ് അത്ഭുതം ചെയ്യണം. Lord, do a miracle for them. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. Let your glory come down. അനുഗ്രഹിക്കുന്നു. We bless them. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാനിടയാക്കണം.
help them to pray without ceasing. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. Love you. ഞാൻ ഈ ദിവസങ്ങളിൽ ഫാമിലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ As I was praying for families in these days, ഒരുപാട് ഫാമിലിയിൽ ഭയങ്കര പ്രോബ്ലംസ്. there's a lot of problems in many families. അതുകൊണ്ട് ഫാമിലികളുടെ വിടുതലിന് വേണ്ടി ഒരു ഫാമിലി കോൺഫറൻസ് വെക്കാൻ പോകും. For that reason, for the deliverance of problems in families, we are going to conduct a family conference. ഡിസംബർ 23, 24, 25 ഈ തീയതികളിലാണ്. December 23rd, 24th and 25th. In these dates, നിങ്ങൾ എല്ലാവരും വരണം. you all should come. നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം. You should be useful for the kingdom of God. ഫാമിലിയിലുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്, സമാധാനം ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. You are going to experience the peace and joy in your family life. ദൈവിക രോഗസൗഖ്യം അനുഭവിക്കണം. You need to experience divine healing. നിങ്ങൾ എല്ലാവരും വരിക, അറ്റൻഡ് ചെയ്യുക. All of you are welcome. You should attend this meeting. God bless you. God bless you.